പഴപ്രഥമൻ പായസത്തിനൊക്കെ ഉള്ളതുപോലെ ഒരു സ്പെഷ്യാലിറ്റി ഇതിനുമുണ്ട്. ഇത് എത്ര കഴിച്ചാലും നമുക്ക് മട്ടിപ്പോവുകയില്ല. കയ്യെ പറ്റിക്കാതെ പറ്റില്ല. ഇതിൻ്റെ ഏറ്റവും ആസ്വാദികരമായ ഒരു അവസ്ഥയാണത്. കാറ്റത്ത് ഇങ്ങനെ ചുടുപുടാ വീണ മാമ്പഴം പെറുക്കിയെടുക്കണ കണ്ടപ്പോൾ ഒത്തിരി പേർക്ക് നൊസ്റ്റു അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മാമ്പഴം വെച്ചിട്ടൊക്കെ എന്താ ചെയ്യാന്ന്. ഒരുപാട് രീതിയിൽ നമ്മൾ മാമ്പഴം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതിലൊന്നാണ് മാമ്പഴ പുളിശ്ശേരി. വാവ്, അത് ഒരു കിടിലൻ ഡിഷാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മാമ്പഴ ചാറെടുത്ത്, അതായത് അതിൻ്റെ ചാറ് നമ്മൾ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്ത് അത് പ്രിസർവ് ചെയ്യാറുണ്ട്. ജ്യൂസൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മറ്റൊരു ഡെലീഷ്യസ് ഡിഷാണ് മാമ്പഴ പായസം. ആഹാ, ഈ മാമ്പഴ പായസത്തിനൊരു പ്രത്യേകതയുണ്ട്. മാമ്പഴത്തിൻ്റെ അണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പായസമാണ്. ഈ മാവ് ധാരാളം കായ്ക്കുന്ന എല്ലാ വർഷങ്ങളിലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പായസമാണ് മാമ്പഴ പായസം. ഈ വർഷവും നമ്മൾ 2 തവണ ഉണ്ടാക്കി. അതെ, നിങ്ങൾക്കായി നമുക്ക് ഈ വർഷം ഒന്നുകൂടി ഉണ്ടാക്കാം ഈ മാമ്പഴ പായസം. അങ്ങനെ നമ്മൾ മാമ്പഴ പായസത്തിനായിട്ടുള്ള ഒരുക്കാണ്. നമ്മൾ മാമ്പഴ പായസം ഉണ്ടാക്കണത് എങ്ങനെയാണെന്നറിയോ? മാങ്ങ മുഴുവനോടെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പം അത് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഇട്ടപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, കൊതി വന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മൾ മുഴുവനോടെ മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. അതൊക്കെ കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ. അപ്പം കാണിക്കാം. ഞാൻ വില അങ്ങോട്ട് മൂക്ക് ചെത്തി തൊലി പൊളിച്ചെടുക്കും. കാരണം ഇതിനകത്ത് നല്ലോണം ആരുള്ള മാങ്ങയാണ്, കംപ്ലീറ്റ് ആരാ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തൊലി പൊളിച്ചെടുക്കണം കേട്ടോ. ആരാണേലും നല്ല ടേസ്റ്റിയാണ്. പേരൊന്നും നമുക്കറിയില്ല, പേരില്ല മാമ്പഴം. ഗൂഗിളിലൊന്നും നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. അപ്പം നമ്മളെ ആ നാട്ടുമാങ്ങ പിഴിഞ്ഞ് ഇങ്ങനെ എടുത്ത് ശർക്കരയും ചേർത്ത് രണ്ടാം പാല് കേട്ടോ, കുറച്ച് രണ്ടാം പാലില് ഈ മാമ്പഴ അണ്ടി വേവിക്കണം. വേവിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള രണ്ടാം പാൽ ഒഴിച്ച് ഇച്ചിരി നെയ്യിലൊന്ന് വഴറ്റണം. എന്നിട്ട് തലപ്പാല് ചേർക്കണം കേട്ടോ. അതാണ് കളി. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കാം. അപ്പൊ ആദ്യം ഇത് വേവട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓരോ രീതികള്. ഇതിന്റെ ചിലര് മാമ്പഴ സിറപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. പുറത്തൊക്കെ കഴിക്കാൻ കിട്ടുന്നതൊക്കെ സിറപ്പ് വെച്ചിട്ടാട്ടോ. നല്ലതാ. അതെ, നമ്മള് കാലാകാലങ്ങളായിട്ട് മാമ്പഴ അണ്ടി ഇട്ടിട്ടാണ് നമ്മൾ മാമ്പഴ പായസം വെക്കുന്നത്. മാമ്പഴ സിറപ്പ് മാത്രം ചേർത്ത് നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. ചക്കയാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കണേ കേട്ടോ. ഇത് ഇവിടെ അമ്മച്ചി ചെയ്യണ രീതിയാണ് ഞാൻ ഫോളോ ചെയ്യണേ. എനിക്കല്ലാതെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉള്ള ഒരാളല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെയ്യണ കണ്ടോണ്ട് ഞാൻ അതനുസരിച്ച് ചെയ്യണം. പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാനായിട്ട് വരുത്തിയിട്ടുണ്ട്. സമയമുള്ള സമയത്താണെങ്കിൽ ഞാൻ തേങ്ങാപ്പാലിൽ ഇത് വേവിക്കുമ്പോൾ ശർക്കര ഉരുക്കി ആ സിറപ്പേ ചേർക്കോളും. പിന്നെ അതുകൂടാതെ വേറെ എന്തെങ്കിലും ചെയ്യൂല്ലോ, മറന്നും പോയിപ്പോയി. രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്നൊക്കെ ചെയ്യണമെന്ന് തന്നെ അറിയാൻ മേലെ പറയാം. ഇത് മാമ്പഴ അണ്ടിയും കൂടെ ഇടുമ്പോ ഉണ്ടല്ലോ, ആ അണ്ടിയുടെയും കൂടെ രുചി അതിലേക്ക് ഇറങ്ങും. നല്ല ടേസ്റ്റാണ്. പക്ഷെ കടയിലൊന്നും നമ്മളങ്ങനെ കഴിക്കുമ്പോൾ അണ്ടി കിട്ടാനും ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ അണ്ടി അങ്ങനെ വെച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം വീട്ടിലുണ്ടാക്കുമ്പോൾ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ മാമ്പഴം ബെസ്റ്റാണ് മാമ്പഴ പായസത്തിനും മാമ്പഴ പുളിശ്ശേരിക്കും. കാരണം കുറച്ച് ആരൊക്കെ ഉള്ളത് കാരണം ഇത് ചെത്താൻ വലിയ രസമില്ല, ചെത്തിപ്പൂളി തിന്നാൻ വലിയ രസമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെയാണ് ഇത് ഏറ്റവും നല്ലത് കേട്ടോ. ആഹാ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴേ കഴിച്ചു തുടങ്ങിയോ? ബാക്കിയുള്ള രണ്ടാം പാലാണ്. അതിൽ ചെക്ക് ചെയ്യണമെങ്കിൽ എടുത്ത് നോക്കിക്കോട്ടോ, സാധനങ്ങളൊക്കെ ഇല്ലേന്ന്. നീ തലപ്പാൽ ഒഴിക്കാം. രണ്ടാം പാലിലാട്ടോ വേവിച്ചേക്കണേ. അമ്പോ, ഇപ്പൊ തന്നെ നല്ല കിടുവായിട്ടുണ്ട്. പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് പോരാ. അത് പ്രധാനമായിട്ട് കിടുവാണെങ്കിൽ മാങ്ങയുടെ ഗുണാട്ടോ. പഴുപ്പുള്ള മാങ്ങ, അതുകൊണ്ട് നല്ല കാമ്പുണ്ടാവും. ചന്ദ്രക്കാരൻ മാങ്ങ സൂപ്പറാ ഉണ്ടാക്കാൻ. പക്ഷേ
ഒട്ടും പഴുപ്പില്ല. പക്ഷെ അതിന്റെ സ്മെല്ല് ഭയങ്കര അല്ലേ, അതിന്റെ ഫ്ലേവറിന് ഒരു പ്രത്യേകതയുണ്ട്. ടേസ്റ്റും ആണ്. നമുക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു നൊസ്റ്റു ഫീലിംഗും തരും. അതാണ് അതിന്റെ പ്രത്യേകത. ഇതിനെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാമ്പാ, നല്ല ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിഴിയാനുണ്ട് ശരിക്കും. ഇത് ശരിക്കും കഴിക്കേണ്ടത് ബൗളിൽ എടുക്കുക, എന്നിട്ട് അണ്ടി സിറപ്പിൽ ചാറിൽ മുക്കി കഴിക്കണം. ഞാൻ നിങ്ങൾക്ക് തരാം, അതിന്റെ ബൗള് തരാം. ഇതിന് ഷൈനിലൊന്ന് പോകണം, നമുക്ക് അങ്ങനത്തെ ബൗള് കിട്ടാൻ സാധ്യത കുറവാണ്. ഇതിന് തലപ്പാലിതേ അവനും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പരിപാടി സംഗതി ക്ലീൻ. പിന്നെ ഏലയ്ക്ക പൊടിച്ചത് ചേർക്കണം, പിന്നെ മറ്റേതൊക്കെ വഴറ്റി ചേർക്കാനുള്ളതും ചേർക്കണം. അത് കഴിഞ്ഞാൽ മാമ്പഴപ്പായസം റെഡി. അപ്പോൾ ഒരു സംഭവം മറന്നുപോയായിരുന്നു, അതാ ഞാൻ ഓർത്തിരുന്നത്. ഇപ്പം നെയ്യപ്പം കണ്ടപ്പോഴാണ് ഓർത്തേ. നെയ്യില് 2ാം പാൽ ഒഴിച്ചു കഴിയുമ്പോൾ ഇച്ചിരി നെയ്യിലൊന്ന് വഴറ്റേണ്ടതായിരുന്നു, വിട്ടുപോയി കേട്ടോ. നെയ്യിൽ വഴറ്റിയാൽ അതിൻ്റെതായ ടേസ്റ്റ് വരുള്ളൂ, അത് വിട്ടുപോയി. ഞാൻ കുറേ നേരമായി ആലോചിക്കുന്നത് എന്നാ ചെയ്യണ്ടേ മറന്നു പോയിട്ടുണ്ടല്ലോ പറഞ്ഞു. ഇപ്പോഴാണ് ഇതിലേക്ക് നോക്കിയപ്പോഴാണ് ഇനിയിപ്പോൾ സംഭവിച്ചു പോയി. നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ 2ാം പാലിൽ ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്തേച്ച് അതൊന്ന് വഴറ്റുക. ശർക്കരയും ഇതിൻ്റെ പഴുപ്പും മാങ്ങയുടെ അണ്ടി ഇതെല്ലാ സംഗതികളും കൂടെ, എന്നിട്ട് തലപ്പാൽ ഒഴിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ദേ ഇച്ചിരി നെയ്യ് അങ്ങ് ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, സാധിച്ചില്ല. നെയ്യിലാണ് അതിന്റെ രുചി. നെയ്യിൽ വഴരണം കിടന്നു, അതാ വിട്ടുപോയത്. ഇനിയിപ്പം എള്ളൊക്കെ വഴറ്റി ഇതിൽ ചേർക്കാം, നെയ്യ് കൊണ്ട് വഴറ്റി. അതുകൊണ്ട് കാര്യമില്ല, ഇത് അണ്ടി അതിൽ കിടന്ന് വഴറ്റേണ്ടതായിരുന്നു. അങ്ങനെ നമ്മൾ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു, കാരണം തലപ്പാൽ ഒഴിച്ചായിരുന്നല്ലോ. ഇനി അവിടെ ഇരിക്കട്ടെ. ഇനി ഇച്ചിരി പണിയുണ്ടത്, അത് കഴിഞ്ഞിട്ട് തുറക്കാട്ടോ. ഏലക്ക അതെ ചതഞ്ഞിട്ടേ ഉള്ളൂ, രാത്രി ആയതുകൊണ്ട് പൊടിച്ചൊന്നും ഇല്ല കേട്ടോ. ചതച്ച ഫ്ലേവറാ നല്ലത്. ഇച്ചിരി ഒന്ന് കടിക്കാനും ആയിക്കോളൂട്ടോ. അതിലേക്ക് മൂടി വയ്ക്കാം നമുക്ക്, എന്നിട്ട് എള്ള ഉടക്കാം. അങ്ങനെ ഫൈനൽ കണ്ടോ നമ്മുടെ മാമ്പഴ പായസത്തിൽ എള്ളു വന്നപ്പോഴുള്ള ഭംഗി. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാൽ നല്ലത്, അതിന് സാധിക്കില്ല. രാത്രി 7:30 ഇനി അത് തിരണ്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ താഴെ ശരിയാക്കണം. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഇതുകൊണ്ട് തൃപ്തരാവുക. അതെ, ഇത് തന്നെ വളരെ പണിക്കാരെല്ലാം പോയി ഓരോ ശാന്തമായി കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറിയത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല, പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തത്. നാളെയും പണിയുണ്ട്. അപ്പം ഇനി ഇത് 5 മിനിറ്റ് അവിടെ മൂടിയിരിക്കട്ടെ, എന്നിട്ട് കഴിക്കാനെടുക്കുമ്പോൾ കാണിക്കാം. അതെ, മാമ്പഴ പായസം റെഡിയായി. അപ്പോൾ അതേ എടുത്തോ, മാമ്പഴപ്പായസത്തിൻ്റെ ഫൈനൽ ഫോം എടുക്കാം. ഇനി ഈ ഫോമിൽ കിട്ടൂല, കാരണം എല്ലാവരും കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാ. അതെ, അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് കുറച്ചേ ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ പകുതി ഉണ്ടാവും. നല്ലതാ, കൊഴുത്തു, ഇരുന്ന് കൊഴുത്തു കേട്ടോ. പഴുപ്പൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇരുന്ന് കൊഴുത്തു, പാകം മധുരവും പാകം പുളിപ്പും എല്ലാം നല്ലതാണ്. നിങ്ങൾ രണ്ടുപേരും കഴിച്ച അഭിപ്രായം പറഞ്ഞു. എനിക്ക് ചൂടോടുകൂടി ഇഷ്ടമല്ല, നാളെ കഴിക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ. എടുക്കുവാണേ, പിന്നെന്താ പറയട്ടെ. ഈ ഫോമിൽ ഇനി പടത്തിൽ ഉണ്ടാവൂല, ഇനി നേരെ പകുതി ഇതിന്റെ നാളെ എടുക്കുമ്പോ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഫോമിൽ എടുത്തു വെക്കാവുന്ന എടുത്തു വെച്ചോളൂ. പിന്നെ അല്ല, നല്ല കലക്കൻ മാമ്പഴ അണ്ടിയോട് കൂടിയ മാമ്പഴ പുളിശ്ശേരി എന്നാ പറയാൻ പറ്റേ, മാമ്പഴ പായസം. ഇനി അത് ഈ സിറപ്പിൽ ഇത് മുക്കി അത് കഴിക്കണം. അതാണ് അതിന്റെ ടാസ്ക് അല്ല, അതൊരു ആസ്വാദ്യതയുടെ ഭാഗമാണ്. ഒന്നിച്ച് എടുക്കാം, എനിക്ക് എടുക്കുക കേട്ടോ. പുളിയൊക്കെ ഉണ്ട്, നല്ല പാകം പുളി, നല്ല മധുരം. ഈ മാമ്പഴത്തിന്റെ പ്രത്യേകത തന്നെ അതാ, പുളിയും മധുരവും ചേർന്ന മാമ്പഴം ആയതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. മട്ടിക്ക് പോയില്ല, എത്ര വേണേലും കഴിക്കാം. മധുരത്തിന്റെ പ്രശ്നം ഇല്ലാത്തവർക്ക് ശരിയാ കഴിക്കാം. അപ്പയ്ക്ക് ആദ്യം കൊടുക്കാം. എനിക്ക് ചൂടോടുകൂടി എനിക്ക് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ മാമ്പഴ പായസം, നമ്മുടെ മാമ്പഴത്തിന്റെ. ഈ അണ്ടിയിടാൻ ഞാനൊരു പ്ലേറ്റ് തരാം കേട്ടോ. കഴിച്ചോ, എങ്ങനെ ഉണ്ടെന്ന് പറയുന്നിട്ട്. മാമ്പഴ പായസം ഇപ്പൊ കുറച്ച് ദിവസമായല്ലോ ഉണ്ടാക്കിയിട്ട്. സ്ഥിരം മാമ്പഴ പുളിശ്ശേരി ആയിരുന്നു. അതെ 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 അതെ.
ഈ മാമ്പഴം അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ മാമ്പഴ പുളിശ്ശേരി അണ്ടിയിൽ നിറച്ച് പഴുപ്പാട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഒരു മണമുണ്ടല്ലോ, മാമ്പഴ പായസത്തിൻ്റെ ഒരു മണം. ആ മാമ്പഴ പായസവും അതിൻ്റെ ആ മറ്റേ പൾപ്പിൻ്റെ മണവും അതിൽ ചേർത്തിരിക്കുന്ന ആ മറ്റ് ചേരുവകളുടെ മണവും എല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൃദ്യമായ ഒരു ഗന്ധം, അത് വളരെ ആസ്വാദികരമാണത്. അപ്പോൾ അത് വളരെ രസകരം തന്നെയല്ല, മാമ്പഴ പായസം ആസ് സച്ച് വളരെ രുചികരമായ ഒരു പായസമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പഴപ്രഥമൻ പായസത്തിനൊക്കെ ഉള്ളതുപോലെ ഒരു സ്പെഷ്യാലിറ്റി ഇതിനുമുണ്ട്. അതായത് ഒരു നേർത്ത പുളിരസം. അപ്പോൾ ആ പുളിരസം ഈ പായസത്തിൻ്റെ മൊത്തത്തിലുള്ള രുചിയെ ഭയങ്കര ആകർഷകമാക്കുകയും ആസ്വാദികരമാക്കുകയും ചെയ്യും. കാരണം ഇത് എത്ര കഴിച്ചാലും നമുക്ക് മട്ടിപ്പോവുകയില്ല. അതാണ് ആ പുളി ചേർന്നതുകൊണ്ടുള്ള ഗുണം. അപ്പോൾ അത്രയ്ക്ക് ഹൃദ്യമായ ഒരു പായസമായിട്ടാണ് ഞങ്ങൾ മാമ്പഴ പായസത്തെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ കൂടെ പായസത്തിൻ്റെ കൂടെ ഈ മാങ്ങ അണ്ടിയും ഇടും. അപ്പം അത് ഈ പായസത്തിൽ മുക്കി നമ്മൾ ചപ്പി കഴിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരവസ്ഥ. സിറപ്പ് തന്നെയാണെങ്കിൽ സാധാരണ പായസം പോലെ തന്നെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനേ പറ്റുള്ളൂ. ഇത് സ്പൂൺ ആവശ്യമില്ല. ഈ അണ്ടി തന്നെ അതിൻ്റെ സിറപ്പിൽ മുക്കിയിട്ട് വായിൽ വെച്ച് നമ്മൾ ചപ്പി ചപ്പി കഴിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ആസ്വാദികരമായ ഒരവസ്ഥ. അപ്പോൾ അണ്ടി അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇടുന്നതാണ് ഏറ്റവും രുചികരം എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഈ നാട്ടുമാങ്ങ ഈ മാമ്പഴ പായസത്തിനും മാമ്പഴ പുളിശ്ശേരിക്കും വളരെ ഗംഭീരമാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ തരമില്ല അതിൻ്റെ രുചി. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് രുചി നോക്കാം. പ്രത്യേകിച്ച് ഈ പായസത്തിൽ വീഴുന്ന ഈ കടുകല്ല എള്ള അതീവ ഹൃദ്യമാണ്. കാഴ്ചയിലും വളരെ രസകരമാണ് അത് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കാണാൻ. വളരെ നല്ല ആസ്വാദികരമാണ്. അതിൻ്റെ രുചിയും അതിൻ്റെ മണവും അതിൻ്റെ ആ മൊത്തത്തിലുള്ള ഫ്ലേവറും വളരെ വളരെ ആസ്വാദികരമാണ്. ഏലക്കായും മറ്റാകുമ്പോൾ സമൃദ്ധിയായിട്ട് കാച്ചിട്ടുണ്ടല്ലോ. പുളിയും മധുരവും കൂടി ചേർന്ന ഒരു സങ്കരമായ രുചിയാണ്. വളരെ രസകരമാണ്. അണ്ടി എങ്ങനെയാ കഴിക്കുന്നത്? സ്പൂൺ കൊണ്ട് തന്നെ എടുത്തോളാം, അതിലെ പിന്നെ കയ്യെ പറ്റില്ല. അതും അപ്പൊ ഇപ്പൊ കഴിക്കണ കാണിക്കും. അതല്ല, ഞാനിപ്പോ ഈ കയ്യിൽ പറ്റിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാ. അത് കുറച്ചൊന്ന് ഇരിക്കണം. ഇപ്പൊ ഉണ്ടാക്കിയല്ലോ, ചൂടാറിയിട്ടില്ല. ഒരു 12 hours കൂടി ഇരുന്ന് കഴിയുമ്പോൾ മൊത്തത്തിൽ ആ മാങ്ങയെന്നൊക്കെ അതങ്ങോട്ട് ഇറങ്ങും. കയ്യെ പറ്റിക്കാതെ പറ്റൂല. ഇതിന്റെ ഏറ്റവും ആസ്വാദികരമായ ഒരു അവസ്ഥയാണത്. കൂടുതൽ കഴിക്കാനും പ്രചോദനമാകും. വളരെ നല്ല ചൂടാറിയിട്ടില്ല. ഇതിലിങ്ങനെ മുക്കി നമ്മൾ കഴിക്കുക. ഓക്കെ.